ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എ ലൈൻ നൈറ്റി എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് കാണിച്ചു തരാം. എ ലൈൻ നൈറ്റി തയ്ക്കാൻ നമുക്ക് 3 മീറ്റർ തുണിയാണ് ആവശ്യം. അപ്പോൾ എ ലൈൻ നൈറ്റി എങ്ങനെയാണ് ഈസി ആയിട്ട് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ തുണിയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. തുണിയിൽ വെച്ച് വരയ്ക്കുമ്പോൾ തുണി 4 ആക്കി ഇടണം. അതിന് ശേഷം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ ലെങ്ത്തിൻ്റെ കൂടെ 1, 1.5, 2 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് വേണം ഇടാൻ. ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 52 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അളവുകൾ വേണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഫുൾ ലെങ്ത്ത് വേണം, അതുപോലെ തന്നെ ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ബാക്ക് നെക്ക് ആൻഡ് ഫ്രണ്ട് നെക്ക്, ആം ഹോൾ. അപ്പോൾ ഇതൊക്കെ ഈ അളവുകളാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത്. അതിൽ കാര്യമായിട്ട് വേണ്ടത് നമുക്ക് ചെസ്റ്റ് അളവും വേസ്റ്റ് അളവുമാണ്. അത് വെച്ച് വേണം നമുക്കിത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ലെങ്ത്ത് വരുന്ന 52 ഇഞ്ച്, ഷോൾഡർ 7 ഇഞ്ചാണ് എടുത്തത്, ചെസ്റ്റ് എനിക്ക് 32 ഇഞ്ചാണ് വരുന്നത്, വേസ്റ്റ് 28, ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്. ആം ഹോൾ എടുത്തത് 7 ഇഞ്ചാണ്. ഷോൾഡർ തന്നെയാണ് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തത്. ഷോൾഡർ എനിക്ക് 7 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതേ ഇത് തന്നെയാണ് ആം ഹോളിന് വേണ്ടി എടുത്തത്. ഇവിടെ വേണം ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. ഫുൾ ലെങ്ത്ത് ഞാൻ 52 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അത് തുണിയുടെ മടക്ക് വശം വരുന്നിടത്ത് വേണം ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഫുൾ ലെങ്ത്ത് 52 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ എനിക്കിവിടെ 14 ഇഞ്ചാണ് വരുന്നത്. 14ൻ്റെ പകുതി 7. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തണം. എനിക്കിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അടുത്ത് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോൾ താഴേക്ക് സെയിം തന്നെയാണ് എടുക്കുന്നത്. ഷോൾഡർ തന്നെയാണ് താഴേക്ക് എടുക്കുന്നത് 7 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഷോൾഡർ വരുന്നത് അത് തന്നെ താഴേക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ചെസ്റ്റാണ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് റൗണ്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ ചെസ്റ്റ് 32 ഇഞ്ചാണ്. 32നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 8 ഇഞ്ച് കിട്ടും. 8ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 12 ഇഞ്ച് കിട്ടും. 12 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ സീം അലവൻസ് കൂട്ടിയെടുക്കണം. അപ്പോൾ ടോട്ടൽ 13.5 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് റൗണ്ട് കിട്ടുന്നത് 13.5 ഇഞ്ചാണ്. 13.5 ഇഞ്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നൈറ്റി ആയതുകൊണ്ട് ചുരിദാർ പോലെയല്ല ടൈറ്റായി നിൽക്കരുത്, കുറച്ച് ലൂസോടെ നിൽക്കണം. അപ്പോൾ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം. കൂടാതെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയെടുക്കണം. വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. വേസ്റ്റ് ലെങ്ത്ത് ഞാൻ എടുത്തത് 15 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ അതെടുക്കണം. സാധാരണ 14.5, 15 ഇഞ്ചൊക്കെയാണ് എല്ലാവരും എടുക്കാറ്. അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 15 ഇഞ്ച് അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് അടയാളപ്പെടുത്തണം. വേസ്റ്റ് റൗണ്ട് എനിക്ക് 28 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ 28 ഹരിക്കണം 4, 7 കിട്ടും. 7ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ 11 ഇഞ്ച് കിട്ടും. 11 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് നമുക്ക് 12.5 കിട്ടും. 12.5 വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 12.5 ഇഞ്ച് വേണം വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് നിങ്ങളുടെ വേസ്റ്റ് അളവിൻ്റെ കൂടെ വേസ്റ്റ് അളവിനെ 4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ കൂടാതെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് വേണം വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. താഴെ ബോട്ടം 16 ഇഞ്ചാണ് എടുക്കുന്നത്. കുറച്ച് വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 16 ഇഞ്ച് എടുക്കുന്നത്. ഈ ഷേപ്പ് വരുന്നിടത്ത് മേലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഒരു ഷേപ്പ് പോലെ വരച്ചെടുക്കണം. നൈറ്റിയുടെ താഴെ തൂങ്ങിക്കിടക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് പോലെ വരച്ചെടുക്കുന്നത്. അടുത്ത നെക്ക് അടയാളപ്പെടുത്താൻ. ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചും. അപ്പോൾ നിങ്ങളെ നെക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കണം. ഇത് ഫോൾഡ് സൈഡാണ്. ഫോൾഡ് സൈഡിൻ്റെ അവിടെ നിന്നാണ് എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തുണി 4 ആക്കിയിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യാം. 2 മടക്കാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ടോ ബാക്കോ നമുക്ക് ഇഷ്ടമുള്ള ഒരു വശം മാത്രമേ കിട്ടുള്ളൂ. 4 ആക്കി ഇടുമ്പോൾ 2 ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.